ഹായ് കൂട്ടുകാരെ, മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള 30 ക്ലാസ്സുകളിൽ 27ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പദവും വാക്യവുമാണ്. 2 പദങ്ങൾ തന്നാൽ എങ്ങനെ അതിനെ നമുക്കൊരു വാക്യമാക്കി എഴുതാം. പദം എന്ന് പറഞ്ഞാൽ വാക്ക്. നമ്മൾ വാക്കും വാക്യവും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നിങ്ങൾ ഇന്ന് കോപ്പി പുസ്തകത്തിൽ വാക്കും വാക്യവുമാണ് എഴുതേണ്ടത്. എഴുതിയാൽ മാത്രം പോരാ, ആവർത്തിച്ച് വായിച്ച് പഠിക്കുകയും വേണം. മുന്തിരി, പുളി, ഇത് 2 വാക്കാണ്. ഇതിനെ നമ്മൾ വാക്യമാക്കിയിരിക്കുന്നത് പുളിയുള്ള മുന്തിരി. വാഴപ്പഴം, രുചി, 2 വാക്കുകളാണ്. രുചിയുള്ള വാഴപ്പഴം വാക്യമായി വരുമ്പോൾ രുചിയുള്ള വാഴപ്പഴം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോക്കൂ. മാമ്പഴം, മധുരം, മധുരമുള്ള മാമ്പഴം. മുല്ല, മണം, മണമുള്ള മുല്ല. പൂമ്പാറ്റ, പുള്ളിയുടുപ്പ്, പുള്ളിയുടുപ്പിട്ട പൂമ്പാറ്റ. അപ്പോൾ 2 വാക്കുകൾ തന്നാൽ അതിനെ എങ്ങനെ വാക്യമാക്കി എഴുതാമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതെല്ലാം നിങ്ങളുടെ കോപ്പി പുസ്തകത്തിൽ എഴുതണേ. എഴുതിയാൽ മാത്രം പോരാ, വായിക്കുകയും വേണം. ഇനി നിങ്ങൾക്ക് കുറേ അധികം വായനാ കാർഡുകളാണ് തരാൻ പോകുന്നത്. അതിൻ്റെ ഫോട്ടോ ഇതിനൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും വായിക്കുകയും വേണം, കോപ്പിയിൽ എഴുതുകയും വേണം. പ്രിയ കൂട്ടുകാരെ, ഇതൊന്ന് വായിക്കാൻ നമുക്ക് ശ്രമിച്ചാലോ. ഡും ഡും പട പട, ഡും ഡും പട പട, ഡും ഡും പട പട. കൊട്ടു തുടങ്ങി മേളക്കാർ, പെപ്പര പെപ്പര പെപ്പെപ്പേ. പീപ്പി മുഴങ്ങി നാടെങ്ങും, നെറ്റിപ്പട്ടം കെട്ടിവരുന്നേ. ആനക്കൊമ്പൻ ചെവിയാട്ടി, ആനച്ചന്തം കണ്ടിടാൻ ഉണ്ണിക്കുട്ടനു കൊതിയായി. ഠെ 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 കതിന മുഴങ്ങി, പൂത്തിരി കത്തി മാനത്ത്. ഓടിച്ചാടി നടന്നു കുട്ടികൾ, ഉത്സവമേളം കെങ്കേമം. ഇതേപോലെ കുറേ വായനാ കാർഡുകളുടെ ഫോട്ടോ ഇതോടുകൂടി ചേർക്കുകയാണ്. അതെല്ലാം വായിക്കാനും എഴുതുവാനും ശ്രമിക്കണേ. ഹായ് കൂട്ടുകാരെ, ഇത് നെല്ലിൻ്റെ കഥയാണ്. ഇതിലൊരുപാട് അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് നമുക്കൊന്ന് വായിക്കാൻ ശ്രമിച്ചാലോ. നെല്ലിൻ്റെ കഥ. ഇതുപോലെ ഓരോ കഥകളും ഓരോ ചെടിക്കും ഓരോ വസ്തുവിനും പറയാനുണ്ടാവും. അത് പറയാനും കൂടി ശ്രമിക്കണേ. ഒത്തിരി ഒത്തിരി വഴികൾ പിന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭക്ഷണപാത്രത്തിൽ എത്തിയത്. ആദ്യം എന്നെ മുളപ്പിച്ച് ഞാറാക്കി നന്നായി ഉഴുതു മറിച്ച പാടത്തേക്ക് പറിച്ചു നട്ടു. കള പറിച്ചും വെള്ളവും വളവും തന്നും എന്നെ വളർത്തി. ഞാൻ തഴച്ചു വളർന്നു കതിരായി, ഞാനും കൂട്ടരും പൊന്നിൻ നിറമായി. പാടം പൊന്നണിഞ്ഞു കൊയ്തെടുത്ത് മെതിച്ചു മെതിച്ച് എന്നെയും കൂട്ടരെയും കതിരിൽ നിന്നും വേർപെടുത്തി. പിന്നെ എന്നെ പുഴുങ്ങി ഉണക്കി. വല്ലാത്ത വേദന തോന്നി. പിന്നെ മില്ലിലേക്ക് യന്ത്രത്തിലിട്ടെൻ്റെ തൊലി മാറ്റി. എൻ്റെ രൂപം ആകെ മാറി. പിന്നെ എന്നെ കടയിലെത്തിച്ചു. ഒടുവിൽ കലത്തിൽ കിടന്ന് തിളച്ചു മറിയുമ്പോൾ കഴിഞ്ഞതെല്ലാം ഓർത്തു എനിക്ക് ഏറെ വിഷമമായി. എങ്കിലും സാരമില്ല, നിങ്ങളുടെ വിശപ്പ് മാറുമ്പോൾ ഞാൻ എല്ലാം മറക്കും. എന്നെ പാഴാക്കാതെ സൂക്ഷിക്കണേ. നെല്ലിൻ്റെ കഥയാണിത്. നെല്ല് പറയുകയാണ്, 1 മണി അരി പോലും കളയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളിനി വായിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും ഇതുപോലത്തെ ചെറിയ ചെറിയ കഥകൾ വായിക്കാൻ മറക്കരുതേ. വായിച്ചാൽ മാത്രമാണ് നമുക്ക് മലയാളം സ്പീഡിൽ വായിക്കാനും എഴുതാനും കഴിയുക.